ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. സോ നമ്മൾ ഈ സെമിസ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് മൈക്രോ കൺട്രോളേഴ്സാണ്. ഈ മൈക്രോ കൺട്രോളേഴ്സ് എന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. കാരണം കഴിഞ്ഞ സെമിസ്റ്റർ നിങ്ങൾ മൈക്രോ പ്രൊസസ്സേഴ്സ് പഠിച്ച ആൾക്കാരാണ് അല്ലേ. 8086 മൈക്രോ പ്രൊസസ്സേഴ്സ് പഠിച്ചതല്ലേ. അതിൻ്റെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമൊക്കെ ചെയ്തത് ALP പ്രോഗ്രാംസൊക്കെ പ്രാക്ടിക്കൽ സെഷനിൽ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതിന് സിമിലറായിട്ടും അല്ലെങ്കിൽ അതിലും സിമിലറായിട്ടുള്ള ഫോമിലാണ് നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് ഇവിടെ പഠിക്കുന്നത്. സോ ഒന്നും കൂടി നിങ്ങൾക്ക് ഈസിയർ ആയിരിക്കും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഈ ഒരു സെമിസ്റ്ററിൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റാണ് ഹാൻഡിൽ ചെയ്യുക. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓരോ മൊഡ്യൂളിലും എന്താ ഉള്ളതെന്ന് ബ്രീഫായിട്ടൊന്ന് പറയും. എന്നിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷൻ നമുക്ക് കടക്കാം. ഓക്കെ, സോ നമ്മളിവിടെ 4 മൊഡ്യൂളും എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ബ്രീഫായിട്ട് ജസ്റ്റ് എന്താണെന്നുള്ള പോയിൻ്റ് ചെയ്ത് വെച്ചെന്നുള്ളൂ. ഓരോ മൊഡ്യൂളും ജനറലായിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കേസിൽ നമുക്ക് എന്താ വരുന്നത്, AVR മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് ALP. അപ്പം നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന മൈക്രോ കൺട്രോളറിൻ്റെ പേരെന്താണ്, AVR മൈക്രോ കൺട്രോളറാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ എന്താണ് മൈക്രോ പ്രൊസസ്സർ പഠിച്ചില്ലായിരുന്നു. അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ 8086 അല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പകരം നമ്മളിവിടെ മൈക്രോ കൺട്രോളേഴ്സ് പഠിക്കുമ്പോൾ AVR മൈക്രോ കൺട്രോളറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ എന്താണ് ആർക്കിടെക്ചർ പഠിക്കും. അതുപോലെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ കേസിൽ വരുമ്പം AVR പ്രോഗ്രാമിംഗ് ഇൻ സിയിലേക്ക് വരുമ്പം അതിൻ്റെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. സോ തേർഡ് വൺ ഇസ് ടൈമർ ആൻഡ് ഇൻട്രപ്റ്റ് പ്രോഗ്രാമിംഗ്. അപ്പം ഒരു ഇൻട്രപ്റ്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മളതിനെ പ്രോഗ്രാം ചെയ്യുക, അല്ലെങ്കിൽ ടൈമറിൻ്റെ കേസ് വരുമ്പം എങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നു, ഇതൊക്കെയാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. സിമ്പിളാണ്. നമ്മൾ മൈക്രോ പ്രൊസസ്സർ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഒന്നും കൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഫോർത്ത് മൊഡ്യൂളിൽ AVR ഇൻ്റർഫേസിംഗ് ആണ്. ഇൻ്റർഫേസിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വേറെ കോമ്പണൻസ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇൻ്റർഫേസിങ്ങിൽ വരുന്നത്. ആ ഒരു മൊഡ്യൂളിൽ അതാണ് പറയുന്നത്. സോ ബ്രീഫായിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജനറലായിട്ട് എന്താണ് ഒരു മൈക്രോ കൺട്രോളർ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ ചെറിയൊരു കമ്പാരിറ്റീവ് സ്റ്റഡി ഉണ്ടാവും. മൈക്രോ പ്രൊസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിൽ ഡിഫറൻസസ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ മൈക്രോ കൺട്രോളർ എന്താണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. സോ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു മൈക്രോ കമ്പ്യൂട്ടറാണ്. ഒരൊറ്റ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ ഉള്ളിൽ, ഒരൊറ്റ ICൻ്റെ ഉള്ളിൽ ഒരു മൈക്രോ കമ്പ്യൂട്ടർ വരുവാണ്. ഒറ്റ സിംഗിൾ ICൻ്റെ ഉള്ളിൽ ഒരു മൈക്രോ കമ്പ്യൂട്ടറിനെ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഒറ്റ ICൻ്റെ ഉള്ളിലുള്ള ഒരു മൈക്രോ കമ്പ്യൂട്ടർ. അപ്പോൾ എന്താണ് മൈക്രോ കൺട്രോളർ ഇസ് എ മൈക്രോ കമ്പ്യൂട്ടർ ഇൻ എ സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഒരു മൈക്രോ കമ്പ്യൂട്ടർ ആയിരിക്കും അത്. അതിലപ്പോൾ എന്തൊക്കെ ഉണ്ടാവും, നമ്മൾ നോർമലി എന്തൊക്കെ കമ്പ്യൂട്ടർ ഉണ്ടാവും, CPU ഉണ്ടാവും, RAM ഉണ്ടാവും, ROM ഉണ്ടാവും, എല്ലാ ബാക്കി പെരിഫറൽസ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ ഒരൊറ്റ എന്താ ICൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ഒരു മൈക്രോ കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറയാം. ഓക്കെ, സോ മൈക്രോ കൺട്രോളർ കണ്ടെയ്ൻസ് CPU, RAM, ROM ആൻഡ് അതർ പെരിഫറൽസ് ഇൻ എ സിംഗിൾ ചിപ്പ്. ഒരൊറ്റ ചെറിയ ചിപ്പിൻ്റെ ഉള്ളിൽ. അപ്പോൾ നിങ്ങൾ മൈക്രോ പ്രൊസസ്സർ പഠിച്ചതല്ലേ, അപ്പം അതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പം. ഇവിടെ ഒരു സിംഗിൾ ചിപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്താ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, ഒരു ചെറിയ കമ്പ്യൂട്ടറിന് വേണ്ട എല്ലാ CPU, RAM, ROM, ബാക്കി പെരിഫറൽസും ഒക്കെ കൂടെ ചെറിയൊരു ചിപ്പിൽ ആഡ് ഓൺ ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, മൈക്രോ കൺട്രോളർ എന്ന് പറയാം. ഓക്കെ, സോ മൈക്രോ കൺട്രോളറിൽ ആരെ ഇൻവെൻറ്റ് ചെയ്തത്, നെക്സ്റ്റ് നമുക്കൊരു ചെറിയ ഹിസ്റ്ററി വരെ നോക്കാം. AVR മൈക്രോ കൺട്രോളേഴ്സ് വാസ് ഇൻവെൻറ്റഡ് ബൈ ആൽഫ് ഈഗിൾബോഗൻ ആൻഡ് വെഗാർഡ് വോളൻ ആൻഡ് ഡെവലപ്ഡ് ബൈ അറ്റ്മെൽ ഇൻ 1996. 1996 ഇവർ രണ്ടുപേരുമാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഹിസ്റ്ററി വലുതായിട്ട് പഠിക്കാനില്ല. ഈ ഒരു സെഷനിൽ എന്താണ് മൈക്രോ കൺട്രോളർ, അതുപോലെ അതിൻ്റെ കമ്പാരിസൺ ഇല്ലേ, മൈക്രോ കൺട്രോളറും മൈക്രോ പ്രൊസസ്സറുമാണ് എപ്പോഴും ചോദിക്കാറ് എക്സാമിനൊക്കെ. സോ മൈക്രോ കൺട്രോളർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. സോ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് എന്താണ്, ഒരു മൈക്രോ കമ്പ്യൂട്ടർ തന്നെയാണ്.
അപ്പം അതെന്തായിരിക്കും, ആ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ അല്ലെങ്കിൽ ചെറിയ ഒരു സിംഗിൾ ഐസിനുള്ളിൽ തന്നെ നമുക്കൊരു മൈക്രോ കമ്പ്യൂട്ടർ ഫോം ചെയ്യാം. എന്തൊക്കെ ഉണ്ടാവും അതിൽ? റാം ഉണ്ടാവും, റോം ഉണ്ടാവും, ബാക്കി പെരിഫറൽസ് ഉണ്ടാവും, CPU എല്ലാം കൂടെ ഉണ്ടാകും. ഇതാണ് ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മൈക്രോ കൺട്രോളർ കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. എവിടെയൊക്കെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ കാണാറ്? നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ട്. റെഫ്രിജറേറ്റർ, അതുപോലെ വാഷിംഗ് മെഷീൻ, അതുപോലെ സെറ്റപ്പ് ബോക്സ്, മൈക്രോവേവ് ഓവൻ, ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം നമ്മൾ മൈക്രോ കൺട്രോളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് പല പല റോബോട്ട്സിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടാവില്ല, നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നിട്ടില്ല, കോമൺ ആയിട്ട് പുറത്ത് ഉള്ള രാജ്യങ്ങളിലും എല്ലായിടത്തും നമുക്ക് പല പല ഇതുണ്ടാവില്ല, നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റൗവുകൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മൈക്രോ കൺട്രോളേഴ്സ് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ മൈക്രോ കൺട്രോളേഴ്സിൽ വരുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ നമ്മൾ എംബഡഡ് സിസ്റ്റം എന്നാണ് പറയുക. എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു റിപ്പീറ്റഡ് ആയിട്ട് സെയിം പ്രോസസ്സ് ചെയ്യുന്ന ഒരു കോമ്പണൻറ്റ് അല്ലെങ്കിൽ ഒരു മെഷീന് നമ്മൾ എംബഡഡ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് സെയിം പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? എംബഡഡ് സിസ്റ്റം എന്ന് പറയാം. അപ്പം ഇപ്പം നമ്മൾ വാഷിംഗ് മെഷീൻ്റെ കേസ് എടുക്കാമെന്ന് വിചാരിക്കാം. ഇപ്പം നമുക്ക് എന്താണ് സെയിം കാര്യങ്ങളല്ല ഈ വാഷിംഗ് മെഷീൻ ചെയ്യുന്നത്. നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമറിൽ ഒരു ടൈമർ നമ്മൾ സെറ്റ് ചെയ്യും, നമ്മൾ വാഷിലിടും. അപ്പം ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യും? സെയിം പ്രോസസ്സ് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ വാഷിംഗ് മെഷീൻ ചെയ്തിടും. അപ്പം വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് എംബഡഡ് സിസ്റ്റമാണ്. അതുപോലെ നമ്മൾ ഈ എല്ലാ മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്ന സിസ്റ്റംസും എംബഡഡ് സിസ്റ്റംസ് ആണ് കൂടുതലും. ഓക്കെ, സോ ഇതാണ് മൈക്രോ കൺട്രോളർ എന്താണെന്നുള്ളത്. ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കിട്ടും. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഓരോ ആപ്ലിക്കേഷൻസും നമ്മളെ മ്യൂസിക് പ്ലെയേഴ്സും എല്ലാം അത് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അതെന്ത് ചെയ്യും? ഓൾറെഡി പ്രോഗ്രാം ചെയ്ത കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും. ഇതൊക്കെ മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ മൈക്രോ കൺട്രോളറിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അല്ലാണ്ട് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ സെമിസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ജനറൽ പർപ്പസിന് വേണ്ടി നമ്മൾ മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യണമെങ്കിലാണ് നമ്മൾ അതിൽ മൈക്രോ കൺട്രോളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, മൈക്രോ കൺട്രോളേഴ്സ് അതല്ല നമ്മളിപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ അതൊരു സെപ്പറേറ്റ്, നമുക്ക് അത് മാത്രം ചെയ്താൽ മതി. ഇത് സ്പെസിഫിക് ടാസ്കിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സ്പെസിഫിക് ടാസ്കിന് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ്. ഓക്കെ, സോ ഇതാണ് നമ്മളെ മൈക്രോ പ്രോസസ്സേഴ്സും മൈക്രോ കൺട്രോളും തമ്മിലെ ഡിഫറൻസ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഈ ഒരു നമുക്ക് ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫിഗറൊക്കെ വരയ്ക്കണം കേട്ടോ. അപ്പോൾ മൈക്രോ പ്രോസസ്സറിൻ്റെ കേസിൽ എന്താ, നമുക്കൊരു സിംഗിൾ CPU ഉണ്ടാവും, ജനറൽ പർപ്പസ് മൈക്രോ പ്രോസസ്സേഴ്സേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്റ്റേർണലി ആഡ് ചെയ്യേണ്ടത് എന്ത്? റാമും റോമും ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സും ടൈമറും സീരിയൽ പോർട്ടും എല്ലാം നമ്മൾ എക്സ്റ്റേർണലി എന്ത് ചെയ്യണം? ആഡ് ഓൺ ചെയ്യാണ് മൈക്രോ പ്രോസസ്സറിൽ ചെയ്യേണ്ടത്. ബട്ട് മൈക്രോ കൺട്രോളിൻ്റെ കേസ് എടുത്ത് നോക്കൂ. അതൊരു സിംഗിൾ ചിപ്പിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? CPU ഉണ്ടാവും, റാം ഉണ്ടാവും, റോം ഉണ്ടാവും, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഉണ്ടാവും, അത് ടൈമറും സീരിയൽ പോർട്ടും എല്ലാം എന്തുണ്ടാവും? ഒരു സിംഗിൾ ചിപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ഇവിടെ നമ്മൾ എന്താ മൈക്രോ പ്രോസസ്സറിൻ്റെ കേസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യണം? അത് ആഡ് ഓൺ ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം മൈക്രോ കൺട്രോളറാണെങ്കിൽ അത് ഓൾറെഡി ഉണ്ടാകും. സോ ഇനി ഇതിൻ്റെ ഒരു ടാബുലാർ കമ്പാരിറ്റീവ് ടേബിൾ ഉണ്ട്. അതിൽ നമുക്ക് എന്താ നോക്കാം. സോ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ സിംഗിൾ ചിപ്പ് കണ്ടെയ്ൻ CPU ഓൺലി അല്ലേ? ഇവിടെ നമ്മൾ കണ്ടു CPU മാത്രം ഉണ്ടാവുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പം മൈക്രോ കൺട്രോളിൻ്റെ കേസാണെങ്കിലോ സിംഗിൾ ചിപ്പ് കണ്ടെയ്ൻസ് CPU, റാം, റോം ആൻഡ് അതർ പെരിഫറൽസ് അല്ലേ? ഈ സിംഗിൾ ചിപ്പിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതല്ലേ നമ്മൾ പറഞ്ഞത് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മൈക്രോ കമ്പ്യൂട്ടർ തന്നെയാണ്. നെക്സ്റ്റ് മൈക്രോ പ്രോസസ്സറിൻ്റെ കേസാണെങ്കിൽ റാം, റോം, ടൈമേഴ്സ് എക്സെട്ര ആഡഡ് എക്സ്റ്റേർണലി. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓൾ ഇൻ്റഗ്രേറ്റഡ് ഇൻ എ സിംഗിൾ ചിപ്പ്. മൈക്രോ കൺട്രോളറിലാണെങ്കിൽ എല്ലാം കൂടെ ഒരു ചിപ്പിലാണ് ഉണ്ടാകുക. സോ ഇനി നെക്സ്റ്റ് വൺ മൈക്രോ പ്രോസസ്സറിൻ്റെ കേസിൽ ദ എമൗണ്ട് ഓഫ് റാം, റോം എക്സെട്ര ക്യാൻ ബി ഡിസൈഡഡ് ബൈ ദ ഡിസൈനർ. ഓക്കെ, അപ്പോൾ മൈക്രോ പ്രോസസ്സറിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്? റാമിൻ്റെയും റോമിൻ്റെയും സൈസും
എല്ലാം ആർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും? ഡിസൈനർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് ചിപ്പിൻ്റെ സർക്യൂട്ടിൻ്റെ ഉള്ളിൽ, ഐസിൻ്റെ ഉള്ളിൽ ആയിരിക്കും നമ്മൾ മൈക്രോ കൺട്രോളർ ഉണ്ടാവുക എന്നുള്ളത്, അല്ലേ? സോ അത് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത്, അല്ലെങ്കിൽ ഓൾറെഡി അതിനുള്ള സൈസും എല്ലാം ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും. എത്രയാണോ ഉള്ളത് അത്ര തന്നെ അതിൽ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി ആഡ് ഓൺ ചെയ്യുന്ന കാര്യം മൈക്രോ പ്രോസസ്സറിൻ്റെ കേസിലൊക്കെ ഉള്ള പോലെ നമ്മൾ കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ സൈസൊക്കെ കൊടുക്കാം. ബട്ട് ഇവിടെ മൈക്രോ കൺട്രോളറിൻ്റെ കേസിലാണെങ്കിൽ ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും എന്തുണ്ടാവുക, റാമും റോമും ഒക്കെ ചിപ്പിലുണ്ടാവുക. അതിൻ്റെ സൈസ് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും മൈക്രോ കൺട്രോളർ ആണെങ്കിൽ. സോ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പം ലാർജ് ഇൻ സൈസ് ആയിരിക്കും. കമ്പാരിറ്റീവ്ലി മൈക്രോ കൺട്രോളർ എന്താ ഒരു IC ആയതുകൊണ്ട് തന്നെ സൈസ് ചെറുതായിരിക്കും. അതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, അല്ലേ? മൈക്രോ കൺട്രോളറിൻ്റെ കേസ് IC തന്നെ ആയതുകൊണ്ട് ഒരു സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും എന്ന് നമുക്ക് അറിയാം. സോ അത് നമുക്ക് എക്സ്റ്റേണലി ഒന്നും ആഡ് ചെയ്യേണ്ട, ഒന്നും ചെയ്യണം. അപ്പോൾ അതിൻ്റെ സൈസ് എന്തായാലും ചെറുതായിരിക്കും. കോസ്റ്റ് ഹയർ ആണ് മൈക്രോ പ്രോസസ്സറിൻ്റെ കേസിൽ. അതെ, നമുക്കറിയാം മൈക്രോ പ്രോസസ്സർ അറൗണ്ട് 3000 എന്തോ ആവും, അല്ലേ? നല്ല സ്പെസിഫിക്കേഷൻ എല്ലാം വേണമെങ്കിൽ. മറ്റേതിന് ചീപ്പ് പ്രൈസിൽ നമുക്ക് മൈക്രോ കൺട്രോളേഴ്സ് കിട്ടും. നമ്മൾ പറഞ്ഞു ജനറൽ പേർപ്പസ് ആണ് 6th പോയിന്റ്. നമ്മൾ മൈക്രോ പ്രോസസ്സറിൽ 6th പോയിന്റ് നോക്കൂ. ജനറൽ പേർപ്പസ് ആണ് എന്ത് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി മൈക്രോ പ്രോസസ്സർ പഠിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചതായിരിക്കും. അപ്പോൾ അതൊരു ജനറൽ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മളെ കമ്പ്യൂട്ടറൊക്കെ പോലെ. കമ്പ്യൂട്ടറിൽ എന്താ നമ്മൾ ജനറൽ പേർപ്പസിന് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സ്പെസിഫിക് ടാസ്ക് ഒന്നും ഇല്ലല്ലോ അതിൽ. പക്ഷെ നമ്മൾ എന്താ മൈക്രോ കൺട്രോളിൻ്റെ കേസിലാണ് സ്പെസിഫിക് പേർപ്പസിന് വേണ്ടി നമ്മളത് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രം. ഇപ്പം വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാൻ, മൈക്രോവേവ് ഓവൻ ആണെങ്കിൽ നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണ്ടി നമ്മളത് യൂസ് ചെയ്യും. അപ്പം അതിൻ്റേതായ ഒരു സ്പെസിഫിക് ടാസ്ക് ഉണ്ടാവും. റെഫ്രിജറേറ്റർ ആണെങ്കിൽ നമുക്ക് കൂൾ ചെയ്യാൻ, സാധനങ്ങളെല്ലാം കൂൾ ചെയ്യാൻ. അപ്പം അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യാം. അപ്പം മൈക്രോ പ്രോസസ്സറിൻ്റെ കേസിലാണെങ്കിൽ ഹൈ സ്പീഡായിരിക്കും. മൈക്രോ കൺട്രോളർ കമ്പാരിറ്റീവ്ലി ലോ സ്പീഡായിരിക്കും. മൈക്രോ പ്രോസസ്സർ ഹൈ പവർ കൺസംഷനാണ്. മൈക്രോ പ്രോസസ്സർ ഹൈ പവർ കൺസംഷനാണ്. മൈക്രോ കൺട്രോളർ എന്താ ലോ പവർ കൺസംഷനാണ്. സോ ഈ ഒരു ടേബിളും ഫിഗറും നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കണം. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി മൈക്രോ പ്രോസസ്സർ പഠിച്ചതുകൊണ്ട് തന്നെ ഡിഫറൻസ്, ഇപ്പം ഈ ഒരു ഡിഫറൻസ് എല്ലാം നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ, കൂടുതൽ പഠിക്കാനൊന്നുമില്ല. സോ എന്താണ് മൈക്രോ കൺട്രോളർ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്നാലുള്ള ബാക്കിയുള്ള അങ്ങോട്ടേക്ക് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കമ്പാരിസൺ ടേബിളും. അപ്പം ഇതാണ് നമുക്ക് ജനറലായിട്ട് പഠിക്കാനുള്ളൂ. ഇതിൻ്റെ ഹിസ്റ്ററി എന്നൊന്നും പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നോക്കണ്ട. ആരാണത് ഇൻവെൻറ്റ് ചെയ്തത് എന്നുള്ളത് ഈ 2 ആൾക്കാരാണ് എന്നുള്ളത് മാത്രം നോക്കി വെക്കാം. സോ ഈ എന്താണ് മൈക്രോ കൺട്രോളർ എന്ന് ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ നോക്കി വെച്ചാൽ മതി. ഒരു മൈക്രോ കമ്പ്യൂട്ടർ ആണെന്നും അതുപോലെ അതൊരു സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ ആണ് ബിൽഡിങ് ചെയ്തത്. അതുപോലെ അതിൽ എന്തൊക്കെ ഉണ്ട്, CPU, RAM, റോമും എല്ലാ ഒരു പെരിഫറൽസും എല്ലാം കൂടെ ഒരു സിംഗിൾ ചിപ്പിലാണ് ഉള്ളതെന്നും ഈ ഒരു ഫിഗറുമാണ് നമ്മളപ്പം എന്താ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. ബാക്കി കമ്പാരിസൺ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്.